ഞങ്ങളവിടെ പെയിന്റും പണിക്ക് ചെന്നു. കാർമൽ ഹോസ്പിറ്റൽ, നിങ്ങളുടെ മെസ്സേജ് ഞാൻ വായിക്കാം കേട്ടോ. ജസ്റ്റ് കാർമൽ ഹോസ്പിറ്റലിൽ മെസ്സേജ്, ഞങ്ങൾ അവിടെ പെയിന്റ് പണിക്ക് പോയി. കാർമൽ ഹോസ്പിറ്റൽ മൊത്തം പെയിന്റ് അടിക്കാണ്. ഏകദേശം 1.5 കൊല്ലത്തോളം ഞങ്ങൾ അവിടെ പെയിന്റ് അടിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ അവിടെ വാർഡ് ലേബർ റൂം പെയിന്റ് അടിക്കാൻ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഈ കന്യാസ്ത്രീകളാണ് അവിടെ നടത്തുന്നത്. അങ്ങനെ ലേബർ റൂം പെയിന്റ് അടിക്കാൻ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ പെയിന്റൊക്കെ അടിച്ച് സെക്ഷനായിട്ട് അടിച്ചു കേട്ടോ. ലേബർ റൂം പെയിന്റ് അടിക്കാൻ അപ്പം അവർ പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് അവർക്കത് മൊത്തം, കാരണം അവിടെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ലേബർ റൂമിൽ, ഈ ഐസിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മാറ്റി തരാം, ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ ഫുള്ള് പെയിന്റ് അടിച്ച് ക്ലീൻ ചെയ്ത് ഞങ്ങൾക്ക് ഇറങ്ങി തരണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ലേബർ റൂമിൽ കയറി. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു അവിടെ ഫ്രിഡ്ജിൽ കുറച്ച് സ്വീറ്റ്സൊക്കെ ഇരിപ്പുണ്ട്. ഈ ഡെലിവറിക്ക് മറ്റേ ഭയങ്കര സന്തോഷത്തിന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ആണല്ലോ. അപ്പോൾ അവിടുത്തെ ഡെലിവറിക്ക് കുറേ ആൾക്കാർ സന്തോഷത്തിന് കുറേ സ്വീറ്റ്സൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട്, നിങ്ങളത് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ, കുറച്ച് ഇരിപ്പിട്ട് നിങ്ങൾ കുറച്ച് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളാനൊക്കെ പറഞ്ഞു ഡോക്ടർ, ഈ നഴ്സുമാർ, സിസ്റ്റർമാർ, കന്യാസ്ത്രീകൾ. അങ്ങനെ ഇവർ അങ്ങനത്തെ ഏൽപ്പിച്ച്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ 2-3 പിഞ്ചു കുഞ്ഞുങ്ങളെ അതിനകത്ത് കിടപ്പുണ്ട്. അവരങ്ങനെ ശല്യപ്പെടുത്താതെ അവർ ബുദ്ധിമുട്ടായി ഞങ്ങൾ പെയിൻ്റൊക്കെ ചെയ്തു. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ നിറച്ച് ഇത് സ്വീറ്റ്സ്, ലഡു, ജിലേബി, ചോക്ലേറ്റ്, മറ്റത് മറിച്ചത് ഫുള്ള് ഫ്രിഡ്ജ് നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, പണിക്കങ്ങോട്ട് കയറി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളവിടെ പണി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫ്രിഡ്ജ് മൊത്തം കാലി. അവിടുത്തെ വേസ്റ്റ് ബിന്നിൽ നിറച്ച് മറ്റേ മിഠായി കവറുകളും ഒന്നും ബാക്കി വെക്കാതെ ഞങ്ങൾ ഒരു 5-6 പേര് നേരം വെളുക്കോലെ കയറി ഇറങ്ങി തിന്നാ അടിക്കുക, പെയിന്റ് അടിക്കുക, തിന്നുക, ഇതന്നെയായിരുന്നു പരിപാടി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് സ്വീറ്റ്സ് കഴിക്കാമല്ലോ മക്കളെ പറഞ്ഞോളൂ, കുറച്ചെങ്ങനെ അതിനകത്ത് ബാക്കി വെക്കൂടായിരുന്നു. അതിനടുത്ത് മനുഷ്യന്മാരാ നേഴ്സുമാർ ചോദിച്ചത് അതിനെ ഓർത്ത് പോകണം. പ്രസവമാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ.